ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ അണ്ണൻ നിൽക്കുന്ന ദിവസം ഞങ്ങൾ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാറുണ്ട്. അപ്പം മാർക്കറ്റിൽ പോയി മീനും മേടിച്ച് മരച്ചീനി വാങ്ങിച്ചിട്ട് വന്ന് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ സഹായിച്ചു തരുവാണ്. അപ്പം മരച്ചീനിയൊക്കെ പൊളിച്ച് തന്നു. ഇപ്പം മീൻ കട്ട് ചെയ്ത് തരുവാണ്. മീനൊക്കെ അണ്ണന് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മീൻ കട്ട് ചെയ്യാൻ അത്ര താല്പര്യമില്ല. അണ്ണൻ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ മീൻ കട്ട് ചെയ്ത് തരാറുണ്ട്. മീനൊക്കെ കട്ട് ചെയ്യാൻ അണ്ണന് വലിയ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ അണ്ണനോട് പറയും മീൻ കട്ട് ചെയ്ത് തരാൻ. അങ്ങനെ എനിക്ക് മീൻ കട്ട് ചെയ്ത് തന്ന് സഹായിച്ചൊക്കെ തന്ന്. അപ്പം നമ്മൾ മീൻ വറുക്കാനും എടുത്ത് വെച്ച് കറിക്കും എടുത്ത്. അപ്പം ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ചീനി ആയിരുന്നു. അപ്പോൾ ഇത് പപ്പടം വറുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ മീനും വറുക്കുവാണ്. അപ്പോൾ നമ്മൾ 2 പേരെ ഉള്ളായതുകൊണ്ട് നമുക്ക് കുറച്ചേ എടുക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ഇത്തിരി കൂടി എടുത്തതെന്ന് വെച്ചിട്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കാനുണ്ട് ഇത്തിരി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. മീൻ കറിക്ക് നമ്മളിന്ന് തേങ്ങ വറുത്തരച്ച് വെക്കുകയാണ്. ഇത് നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് തൈര്. പക്ഷെ തൈരെല്ലാം മോരായിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ ആക്കിയെടുത്ത്. അപ്പോൾ നമ്മൾ മീൻ കറിക്ക് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന മീൻ കറിയാണ്. അപ്പോൾ ഈ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ, വറുത്തരച്ച് വയ്ക്കാറുള്ളൂ. കാരണം കുറച്ച് ജോലി കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇന്ന് വറുത്തരച്ച് വയ്ക്കുകയാണ് മീൻ കറി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ഇടയ്ക്കൊക്കെ സഹായിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിനുള്ള ഫുഡ്. അപ്പോൾ ഇത് നമ്മൾ ചോറ് ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണെന്നും കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ചേട്ടനോട് സഹായിച്ചതുകൊണ്ട് പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് കഴിച്ചാൽ മതി, ചോറ് കഴിക്കണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ ഉച്ചയൂണ്.